നൽകുമ്പോൾ CITയുടെ നേതാക്കന്മാർക്കും CPMന്റെ നേതാക്കന്മാർക്കും മനസ്സിലായി ഈ സമരം വലിയ ഒരു സമരമായി മാറും, ശക്തമായ സമരമായി മാറുമെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും CITയുടെ നേതാക്കന്മാർ പറഞ്ഞ ശബ്ദരേഖ പുറത്തു വന്നതാണ്. ആ ശബ്ദരേഖയിൽ അവർ പറയുന്നത് ഭീഷണിയുടെ സ്വരമാണ്. ഇത്തരത്തിൽ സമരം നടത്തുന്ന മുഴുവൻ ആശാ വർക്കർമാരെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും, പകരം സംവിധാനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. CITയുടെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ ശ്രീ ചിത്തരഞ്ജൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ സമരത്തിൽ പറഞ്ഞു, സമരം നടത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്നാണ് പറഞ്ഞത്. അതായത് സമരം എങ്ങനെ നടത്തണം എന്നുള്ളത് CIT പറയും, സമരം എങ്ങനെ നടത്തണം എന്നുള്ളത് CPM പറയും. നമ്മൾ കണ്ടതാണ്, കേരള സമൂഹം കണ്ടതാണ് ഏത് തരത്തിലുള്ള സമരങ്ങളാണ് CPMന്റെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതെന്ന്. വഴിയിലൂടെ പോകുന്ന അവർ സമരങ്ങൾ നടത്തുമ്പോൾ ടയർ കുത്തി കീറിവിടും. സമരം നടത്തുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളെ തലതല്ലി പൊട്ടിക്കും, നിയമസഭയുടെ അകത്ത് കയറി നിന്ന് സമരം ചെയ്യും. ഇത്തരത്തിലൊക്കെ സമരാഭാസം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത്. ആശാ വർക്കർമാരുടെ സമരം ആവാസ സമരമാണ് എന്ന് പറയുന്നത്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത്. ഒറ്റ ഒരു കാര്യം മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ. ഈ സമരം ശക്തമായ സമരമായി മുമ്പോട്ട് പോകുമ്പോൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പിന്തുണ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ വിജയം വരെ ഈ സമരം മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മുഹമ്മദ് ഷിയാസ് ഈ സമരം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹ്റാൻ MP, പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ സമരമാണ് ഈ സമരം വിജയിപ്പിക്കുന്നതിന് കടന്നു വന്ന ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ MPമാർ, MLAമാർ, നമ്മുടെ DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡല പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ പ്രിയങ്കരായ നേതാക്കന്മാർ, മറ്റ് സഹപ്രവർത്തകർ എല്ലാവരെയും ഈ വിജയിപ്പിക്കാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരായ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഇവിടെ സമാപിക്കുകയാണ്.
പോലീസെങ്കിൽ